ആണ്. അപ്പോൾ മക്കളെല്ലാവരും ഇത് അടിപൊളിയായി നമ്മുടെ 1ാം ക്ലാസ് മനോഹരമായിട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂലൈ മാസമായി. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ ഓണപരീക്ഷ എത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് സ്കൂളിലൊക്കെ പോയി ടീച്ചർമാർ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാള പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? പറവകൾ പാറി. അപ്പോൾ ഈ ഒരു പാഠഭാഗം നിങ്ങളെല്ലാവരും ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ആ ഒരു പാഠഭാഗത്തെ ചെറിയൊരു പ്രവർത്തനം ഒന്ന് മക്കളുടെ ചെയ്തു നോക്കാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഒരുമിച്ച് ആ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. നമ്മുടെ ആ ഒരു പാഠഭാഗത്തിന്റെ തലക്കെട്ട് അല്ലെങ്കിൽ അതിന്റെ ഹെഡ്ലൈൻ പറയുന്നത് പോലെ തന്നെ ധാരാളം പക്ഷികളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത്. കുറേ പക്ഷികളെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിനുടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള പക്ഷികളുടെ തൂവലുകൾ എങ്ങനെ നമ്മൾ തിരിച്ചറിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ചില തൂവലുകൾ കണ്ട് നിങ്ങൾക്ക് അത് കാക്കയുടേതാണ്, അല്ലെങ്കിൽ അത് പ്രാവിൻ്റെയാണ്, അല്ലെങ്കിൽ അത് തത്തയുടേതാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? അത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇന്ന തൂവൽ എന്ന് പറയുന്നത് ഇന്നയാളുടെയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ അറിയാമെങ്കിൽ ഇവിടെ കുറേ പക്ഷികളുടെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ കുറേ തൂവലുകളുടെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ പക്ഷികളെയും ആ തൂവലുകളെയും ഒന്ന് ചേർത്ത് വരച്ചു നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം എന്താ അറിയേണ്ടത്? ഇവിടെ ഏതൊക്കെ പക്ഷികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് മിസ് എടുക്കുന്ന സമയം നിങ്ങൾ അവിടെ നിന്ന് തന്നെ, അതായത് നിങ്ങളിപ്പോൾ എവിടെ നിന്നാണോ ക്ലാസ് കേൾക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മനസ്സിലൊന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ അത് ഉറക്കെ പറയാൻ പറ്റിയ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ഉറക്കെ പറയാം. അപ്പൊ ഇവിടെ ഏതൊക്കെ പക്ഷികളുണ്ട്? യെസ്, നമുക്ക് കാക്കേനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ തത്തയുണ്ട്, പ്രാവുണ്ട്, പിന്നെ ആരാണ്? ഇതാ നമ്മുടെ പരുന്തുണ്ട്, പിന്നെ ഇതാ നമ്മുടെ പൊന്മാനുണ്ട്, പിന്നെ ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, ആരാണ്? നമ്മുടെ മൂങ്ങയുണ്ട്, ദാ ഇവിടെ നമ്മുടെ സ്വന്തം മയിലുണ്ട്, പീക്കോക്ക് ഉണ്ട്. അപ്പൊ കുറേ പക്ഷികളെ മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഇവിടെ കുറേ കൂട്ടുകാരെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഈ പക്ഷികളെ നിരീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ പക്ഷികളെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇവിടെ കുറേ തൂവലുകളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ തൂവലുകളെ നമ്മൾ പക്ഷികളുമായി ഇതാ ബന്ധിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇവിടെ ഒരു പക്ഷിയുടെ തൂവലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഏത് പക്ഷിയുടേതാണ്? യെസ്, നമ്മുടെ സ്വന്തം പ്രാവ്. പ്രാവിന്റെ തൂവൽ ഇതാ ഇങ്ങനെ ഡോട്ടിട്ട് നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് ഓൾറെഡി വരച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി പക്ഷികളുടെ തൂവൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, കണ്ടുപിടിക്കാം. ഏറ്റവും ആദ്യം നമുക്ക് തത്തയുടെ തൂവൽ ഇവിടെ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാലോ? തത്തയുടെ തൂവലിന്റെ നിറം എന്താണ്? പച്ച കളറാണല്ലേ? അപ്പൊ ഇതാ ഇവിടെ നമുക്ക് പച്ച തൂവല് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡോട്ടിട്ട് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ വേറൊരു പക്ഷി ഉണ്ടല്ലോ, ആരാണ്? യെസ്, നമ്മുടെ സ്വന്തം കാക്ക. ഓക്കെ, അപ്പൊ കാക്കയുടെ തൂവലിന്റെ നിറം എന്താണ്? കറുപ്പാണല്ലേ? കാക്ക എന്ന് പറയുന്നത് കറുത്തിട്ടാണ്. അപ്പൊ നല്ല കറുത്ത തൂവലാണ് കാക്കയുടേത്. അപ്പൊ കറുത്ത തൂവലും മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. അപ്പൊ നമ്മൾ ഇതാ കാക്കയുമായിട്ട് അതിനെ ഇങ്ങനെ ചേർത്ത് വരച്ചു. ഇനി നമ്മൾ ഇത് അപ്പുറത്തോട്ട് പോയിക്കേ മക്കള്. അപ്പുറത്ത് ഇവിടെ ആരാ മക്കൾക്ക് കാണാൻ പറ്റുന്നത്? പരുന്തുണ്ടല്ലോ. അപ്പൊ നമുക്ക് പരുന്തിന്റെ തൂവൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ? പരുന്തിന്റെ തൂവൽ ഇവിടെ ഏതാണ്? ദാ ഇരിക്കുന്നു. ഇതാണ് പരുന്തിന്റെ തൂവൽ. മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അതും നമ്മൾ ഇതുപോലെ കൂട്ടി വരച്ചു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് പൊന്മാനാണ് കേട്ടോ. പൊന്മാന്റെ തൂവൽ ഏതാണ്? ഇവിടെ പൊന്മാന്റെ തൂവൽ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദാ നീല കളറിലൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് നമ്മുടെ പൊന്മാന്റെ തൂവൽ. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ നീട്ടി വരച്ചു. ഒരു തൂവൽ മാത്രമല്ല, ഒന്നിലധികം തൂവലുകൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു മൂങ്ങച്ചേട്ടനുണ്ടല്ലേ? മൂങ്ങച്ചേട്ടന്റെ തൂവലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും നമ്മൾ ഇതാ ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നീട്ടി വരയ്ക്കുവാണ്. ഇനി ആരാണ് ബാക്കിയുള്ളത്? നമ്മുടെ മയിലാണ് ബാക്കിയുള്ളത്. അപ്പൊ മയിലിന്റെ തൂവൽ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഇതാ നോക്കിക്കേ, ആ കൂട്ടുകാരുടെ അടുത്ത് കിടപ്പുണ്ട്. അപ്പൊ അതും നമ്മളിങ്ങനെ കൂട്ടി നീട്ടി വരച്ചു. അപ്പൊ നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? നമ്മൾ എല്ലാ പക്ഷികളെയും തിരിച്ചറിഞ്ഞു, അവരുടെ തൂവലുകളും അവരുടെ നിറങ്ങളും, ആ തൂവലുകളുടെ നിറങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.